കൃഷിയെ സ്നേഹിക്കുന്ന ഒരു വീഡിയോ മുഴുവനായി കാണുക. റബ്ബർ കർഷകരുടെ വലിയ ഒരു സന്തോഷ വാർത്തയുമായാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. 8000-ലധികം വരുന്ന റബ്ബറിലേക്ക് നമ്മുടെ നെറ്റ്സർഫിന്റെ ലിക്വിഡ് ദ്രാവക രൂപത്തിലുള്ള വളങ്ങൾ ഉപയോഗിക്കുകയും അതിലൂടെ റിസൾട്ട് നേടിയ ചാക്കോച്ച സാറിന്റെ തോട്ടത്തിലാണ് നമ്മളുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക. വീഡിയോ മുഴുവനായി കാണുക. ഓക്കെ, കർഷക സുഹൃത്തുക്കളെ, നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിതീഷ് തൊളത്തുവയിൽ. നമ്മൾ ഇന്നിവിടെ കോട്ടയം ജില്ലയിലെ പാല പൈകിയിലെ വെള്ളുക്കുന്നിൽ ചാക്കോച്ചൻ സാറിന്റെ ഏകദേശം ഒരു 20 ഏക്കർ കൃഷിയിടത്തിലാണ് ഉള്ളത്. നമ്മുടെ ഈ വളങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ എനിക്കതിന്റെ പ്രയോജനം കിട്ടി. എനിക്കൊരു നല്ല സീസണിൽ ഒരു 25, 26, 27 ഷീറ്റുകളൊക്കെയാണ് ഒരു ബ്ലോക്കിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. അതിപ്പോൾ 35, 36, 37 എന്ന നിലയിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അതേസമയം കൂലിച്ചെലവ് 50% കൂടുതൽ കുറയുന്നു എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ എൻ്റെ ഈ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് എൻ്റെ കസിനും ഏറ്റവും അടുത്ത സുഹൃത്തുമായ ഞങ്ങളുടെ വീട്ടുപേര് വെള്ളുക്കുന്നേലാണ്. ഞാൻ വിളക്കുമാടത്താണ് താമസിക്കുന്നത്. ഇദ്ദേഹം എൻ്റെ കസിനാണ്. ഇദ്ദേഹം വെള്ളുക്കുന്നേലാണ്. ഞങ്ങൾ രണ്ടുപേരുടെയും പേരും ചാക്കോച്ചൻ തന്നെയാണ്. ഇദ്ദേഹത്തോട് പറയുകയും ഇദ്ദേഹം അദ്ദേഹത്തിന്റെ മുഴുവൻ തുറവുകൾക്കും ഞാനൊരു അടിസ്ഥാനത്തിൽ ചെയ്തിട്ട് ആണ് ഇത് വികസിപ്പിക്കുന്നത്. എന്നാലും മുഴുവൻ തുറവുകൾക്ക് ചെയ്യാനായിട്ട് അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, ഇന്ന് വളരെ സന്തോഷകരമായ ഒരു ദിവസത്തിലാണ് നമ്മളുള്ളത്. നമ്മൾ ഇന്നിവിടെ ഉള്ളത് കോട്ടയം ജില്ലയിലെ പാല പൈക എന്ന് പറയുന്ന പ്രദേശത്ത് പ്രിയപ്പെട്ട ചാക്കോച്ചൻ സാറിന്റെ റബ്ബർ തോട്ടത്തിലേക്കാണ് ഉള്ളത്. നമ്മള് ജൂൺ 13-ാം തീയതി 2024 ജൂൺ 13-ാം തീയതി നമ്മുടെ നെറ്റ്സർഫിന്റെ ലിക്വിഡ് ആയിട്ടുള്ള ജൈവവളങ്ങൾ ഏകദേശം 2000-ഓളം വരുന്ന റബ്ബറുകൾക്ക് ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കി രണ്ടാമത്തെ തവണ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോ നമ്മൾ ജൂൺ 13-ാം തീയതി നമ്മൾ സംസാരിച്ച സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, ചാക്കോച്ചൻ സാർ ഒന്നും തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന്. കാരണം ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ ആദ്യമായി പോകുന്ന ഒരു സമയത്തായിരുന്നു നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ വീഡിയോ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് കർഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഉപയോഗിച്ച് കഴിഞ്ഞ് ഈ ഒരു ഉൽപ്പന്നങ്ങളിൽ നിന്നും ഗുണം ലഭിച്ചതിന് ശേഷം ചാക്കോച്ചൻ സാറിന്റെ അനുഭവത്തിലേക്കാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കടക്കുന്നത്. തീർച്ചയായിട്ടും ആ പഴയ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ അങ്ങ് മനസ്സിലായിട്ടുണ്ടാവും. അത് ഉപയോഗിക്കുന്ന, അതായത് ആദ്യമായിട്ട് നമ്മൾ ഈ റബ്ബർ തോട്ടത്തിലേക്ക് ഉപയോഗിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും നെറ്റ്സർഫിന്റെ വളപ്രയോഗം ചെയ്ത് ഗുണങ്ങൾ ലഭിക്കുന്നു എന്ന് 100% നമ്മൾ പറയുന്നതനുസരിച്ച് കർഷകർക്ക് ലഭിക്കുന്നുണ്ട് എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എല്ലാ കർഷകരിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ആ ഒരു അനുഭവം നമ്മുടെ ചാക്കോച്ചൻ സാർ നമ്മുടെ പ്രിയപ്പെട്ട കർഷകർക്ക് മുന്നിലേക്ക് അറിയിക്കുന്നതാണ്. അതോടൊപ്പം നമ്മുടെ കൂടെയുള്ളത് പ്രിയപ്പെട്ട മറ്റൊരു ചാക്കോച്ചൻ സാറാണ്. ഈ ഒരു ഉൽപ്പന്നം ഉപയോഗിച്ച് ഗുണങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം പ്രിയപ്പെട്ട നമ്മുടെ ചാക്കോച്ചൻ സാറ് വേറൊരു അദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടിയായ ചാക്കോച്ചൻ സാർക്ക് ഏകദേശം 1200 റബ്ബറുകളിലേക്ക് ഉപയോഗിക്കാനുള്ള വളങ്ങൾ ഇന്ന് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ വളരെ വലിയൊരു മാറ്റങ്ങളിലേക്ക് തുടക്കം കുറിക്കുകയാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ വളപ്രയോഗം എന്ന് പറയുന്നത്. അത് ചെലവ് കുറച്ച് നമുക്ക് ചെയ്യാം, അതോടൊപ്പം തന്നെ വിളവ് നമുക്ക് വർദ്ധിപ്പിക്കുകയും മണ്ണിന്റെ ആരോഗ്യശേഷിയെ വീണ്ടെടുത്ത് സസ്യത്തിന്റെ പ്രതിരോധ ശേഷിയൊക്കെ വീണ്ടെടുക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കമ്പനിയെ കുറിച്ച് നമ്മൾ എപ്പോഴും സംസാരിക്കുന്നതാണ്. കഴിഞ്ഞ 24 വർഷക്കാലമായി ഇന്ത്യയിലെ പൂനെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന, ഇന്ത്യയിൽ തന്നെ 24-ലധികം സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്ത് ഇന്ത്യയിലെ 800-ലധികം ജില്ലകളിൽ 200-ലധികം സ്റ്റോക്ക് പോയിന്റുകളാണ് ഇന്ന് കമ്പനികൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ കർഷകനും ഇന്ത്യയിൽ എവിടേക്കും നമുക്ക് എത്തിച്ചു നൽകുവാനും അത് ഉപയോഗിക്കേണ്ട രീതികൾ മനസ്സിലാക്കി കൊടുക്കുവാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കമ്പനിയുടെയും ഈ ഉൽപ്പന്നത്തിന്റെയും പ്രത്യേകത. അതുപോലെ തന്നെ നമുക്കറിയാം, ഇത് ലിക്വിഡാണ്, കുപ്പിയിലാണ് ഇത് വരുന്നത്. മറ്റൊരു വളപ്രയോഗവും ചെയ്യാതെ നമുക്കിത് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് 25% മുതൽ 40% വരെ ലേബർ കോസ്റ്റ് കുറച്ച് 25% മുതൽ 50%-ലധികം വിളവ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഓരോ സസ്യങ്ങൾക്കും, ഭൂമിയിലുള്ള സർവ്വ സസ്യങ്ങൾക്കും നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അത് ഇന്ത്യയിലെ ഗാർഡനിങ് ആയിക്കോട്ടെ, മറ്റൊക്കെ ആയിക്കോട്ടെ, അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു ഓർഗാനിക് ജൈവ ഉൽപ്പന്നമാണ് എന്നുള്ളതാണ്. ഇന്ന് രാസവളമൊക്കെ കൊടുത്തിട്ട് അമിതമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളിലൂടെ നമുക്ക് മണ്ണിനെ തിരിച്ചെടുത്ത്, മണ്ണിരകളെ തിരിച്ചെടുത്ത്, മണ്ണിന്റെ ഘടനയിൽ വ്യത്യാസം വരുത്തി നല്ലൊരു ജൈവ കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്താം എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു.
എന്നെ നിങ്ങൾക്കറിയാം, ഞാൻ ഒരു 5 വർഷമായിട്ട് ഇത് ഉപയോഗിക്കുകയും ഒരു 4 വർഷക്കാലമായിട്ട് ഇത് കേരള, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ വീഡിയോകൾ നിങ്ങൾക്ക് കാണുമ്പോൾ കൃത്യമായിട്ടുള്ള അതിന്റെ രീതികൾ മനസ്സിലാവുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കൂടെ, കാരണം എന്റെ സംസാരത്തിലുപരി നമ്മുടെ ഇത് ഉപയോഗിച്ച പ്രിയപ്പെട്ട ചാക്കോച്ചൻ സാറിന്റെ അനുഭവക്കുറിപ്പാണ് കർഷകരിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ള 100% ബോധ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ചാക്കോച്ചൻ സാറിനെയും അതുപോലെ തന്നെ അന്ന് നമ്മുടെ കൂടെ ഉണ്ട് ജിനി സാറാണ്, അദ്ദേഹവും നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഉപയോഗിച്ചതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഉപയോഗിക്കുമ്പോൾ കിട്ടിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പ്രിയപ്പെട്ട ചാക്കോച്ചൻ സാറിന്റെ വാക്കുകളിൽ തന്നെ കർഷകരിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമായി തന്നെ അദ്ദേഹത്തെ ഏറെ സ്നേഹപൂർവ്വം ഈ ഒരു നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടി നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇത് ഉപയോഗിച്ച് ഗുണങ്ങൾ കിട്ടിയത് കർഷകരിലേക്ക് എത്തിക്കുവാൻ അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുവാൻ മനസ്സ് കാണിക്കുന്ന അദ്ദേഹത്തിന്റെ നല്ല മനസ്സിനുള്ള ഒരു നന്ദി കൂടി അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കർഷകരിലേക്ക് എത്തിക്കുന്നു. സാറിനെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട്, കാരണം കർഷകരെല്ലാവരും നോക്കുന്നുണ്ട്. അപ്പൊ സാറ് എത്ര വർഷം കാർഷിക മേഖലയിലും മറ്റു കാര്യങ്ങൾ എത്ര നമ്മൾ ഏതൊക്കെ വിളകൾക്ക് ഉപയോഗിച്ചു എന്നുള്ളതൊക്കെ ഒന്ന് കർഷകരിലേക്ക് എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. പ്രിയ കർഷക സുഹൃത്തുക്കളെ, ഞാൻ കഴിഞ്ഞ ജൂൺ മാസം 13-ാം തീയതിയാണ് ആദ്യമായിട്ട് നെറ്റ്സർഫിന്റെ വളങ്ങൾ ഉപയോഗിച്ചത്. അന്ന് നിതീഷ് ഇവിടെ വന്നിരുന്നു. ഞങ്ങളെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കാണിച്ചു തരികയും പഠിപ്പിച്ചു തരികയും ചെയ്തു. അതിനുശേഷം ഞാൻ ഈ നെറ്റ്സർഫ് വളങ്ങൾ റബ്ബറിനാണ് മുഖ്യമായിട്ട് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഏതാനും തെങ്ങുകൾക്കും ഏതാനും കമുകൾക്കും ഏതാനും കൊടികൾക്കും ഒന്ന് പരീക്ഷണ അർത്ഥത്തിൽ ഉപയോഗിക്കുകയുണ്ടായി. റബ്ബറിനെ സംബന്ധിച്ച് എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ് ഈ വളങ്ങളെ പറ്റിയുള്ളത്. കാരണം എനിക്ക് ഈ വളങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് എല്ലാ വിധത്തിലുള്ള വളങ്ങളും പിന്നെ മറ്റ് സ്പ്രേയിങ്, സൾഫർ ടെസ്റ്റിങ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ആളാണ് ഞാൻ. പക്ഷെ എനിക്ക് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയിരുന്ന ഈൽഡ് കുറവാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. പക്ഷെ ഒരു കുറവ് പരിഹരിച്ച് അതിൻ്റെ മുകളിൽ ഈ വളങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ എനിക്കതിൻ്റെ പ്രയോജനം കിട്ടി. എനിക്കൊരു നല്ല സീസണിൽ ഒരു 25, 26, 27 ഷീറ്റുകളൊക്കെയാണ് ഒരു ബ്ലോക്കിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. അതിപ്പോൾ 35, 36, 37 എന്ന നിലയിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഈ വർധനയേക്കാളും കൂടുതൽ എനിക്ക് എൻ്റെ കർഷക സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വളപ്രയോഗത്തിൽ വരുന്ന ചിലവുകളുടെ കുറവിനെ പറ്റിയാണ്. ഈ നെറ്റ്സർഫുകാർ തന്നെ പറയുന്നത് 20 മുതൽ 50% വരെ വളങ്ങളെ ഉപയോഗിക്കുന്നതിനുള്ള കൂലിക്കുറവും 20 മുതൽ 50% വരെ നമ്മുടെ ഉൽപ്പന്നത്തിൻ്റെ പ്രൊഡക്ഷനിലുള്ള വർധനവും ഉണ്ടാകുന്നതാണ്. എനിക്ക് തോന്നുന്നത്, എനിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും, മിനിമം 20% വർധനവ് ഈ ഉൽപ്പന്നങ്ങളുടെ പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്നുണ്ട്. അതേസമയം കൂലിച്ചെലവ് 50% കൂടുതൽ കുറയുന്നു എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ എൻ്റെ ഈ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് എൻ്റെ കസിനും ഏറ്റവും അടുത്ത സുഹൃത്തുമായ ഞങ്ങളുടെ വീട്ടുപേര് വെള്ളിക്കുന്നേലാണ്. ഞാൻ വിളക്കുമാടത്താണ് താമസിക്കുന്നത്. ഇദ്ദേഹം എൻ്റെ കസിനാണ്, ഇദ്ദേഹം വെള്ളിക്കുന്നേലാണ്. ഞങ്ങൾ രണ്ടുപേരുടെയും പേരും ചാക്കോച്ചൻ തന്നെയാണ്. ഇദ്ദേഹത്തോട് പറയുകയും അദ്ദേഹത്തിൻ്റെ മുഴുവൻ തുറവുകൾക്കും ഞാനൊരു അടിസ്ഥാനത്തിൽ ചെയ്തിട്ട് ആണ് ഇത് വികസിപ്പിക്കുന്നത്. എന്നാൽ മുഴുവൻ തുറവുകൾക്ക് ചെയ്യാനായിട്ട് അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ അത്രയും എനിക്ക് കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തോട് ഞാൻ നിർബന്ധിച്ചതും അദ്ദേഹം അതനുസരിച്ച് ചെയ്യുന്നതും. ഇത്രയുമാണ് എനിക്ക് ഇപ്പോൾ ഇതേപ്പറ്റി പറയാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും ചാക്കോച്ചൻ സാറ് ഒരുപക്ഷെ സാറ് കാർഷിക മേഖലയിൽ എത്ര വർഷമായിട്ടുണ്ട്? കാർഷിക മേഖലയിൽ ഞാനൊരു 2000 മുതലൊക്കെയാണ്. 2000 ഏകദേശം ഒരു 24-25 വർഷത്തെ ഒരു എനിക്ക് തോന്നുന്നു സിൽവർ ജൂബിലി ആഘോഷിക്കാൻ വേണ്ടി പോകുന്ന ഒരു കാലഘട്ടം പറയാം. അപ്പോ ആ ഒരു 25 വർഷത്തില് സാർ പലതരത്തിലുള്ള വളങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് അല്ലെ? ഒത്തിരി വളങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരേ വളങ്ങൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോ? ഒരേ വളങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. കമ്പനി മാറ്റവും അങ്ങനെയൊക്കെയാണല്ലോ. രാസവളങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. രാസവളങ്ങളും മറ്റേ ചാണകവും
കോഴിവെള്ളം എല്ലാം നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് ഒരു കുടക്കീഴിൽ വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത്. അതുപോലെ സാർ പറഞ്ഞത് വളരെ കൃത്യമായിട്ട് കർഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ചെലവ് അല്ലെ സാർ, അതെ അതെ, കൂലി ചെലവ് ഇന്ന് ഏറ്റവും കൂടുതൽ കർഷകർ അനുഭവിക്കുന്ന ഒരു പ്രയാസം എന്ന് പറയുന്നത് കൂലിച്ചെലവിൽ ഉണ്ടാകുന്ന വർധനവാണ്. കൂലിച്ചെലവ്, അതുപോലെ തന്നെ തൊഴിലാളികളെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ, അപര്യാപ്തത, അതുപോലെയുള്ള ഇത് നമുക്ക് തന്നെ. ഞാൻ ഇന്നലെ മലപ്പുറത്തുള്ള സിദ്ദിഖ് സാറിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്ന് രാവിലെ ഞാൻ അപ്ലോഡ് ചെയ്തു. അപ്പൊ അദ്ദേഹം 2 വർഷമായിട്ട് നമ്മളത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഏകദേശം 60 സെന്റിൽ മുകളിലുള്ള തോട്ടത്തിലേക്ക് ഞാൻ തന്നെയാണ് പലപ്പോഴും, ഒരാളെ സഹായവും ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്യുക, അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് മാറ്റം വരുമ്പോൾ കാർഷിക മേഖലയിൽ വളരെയധികം ഒരു വലിയ ഒരു മാറ്റം വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കർഷകരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ് നമ്മൾ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ കർഷകരോടുള്ള ഒരു അഭ്യർത്ഥന, കാരണം അവരൊക്കെ വളപ്രയോഗങ്ങൾ നിരവധിയായിട്ട് ചെയ്യുന്നതാണ്. ചെയ്ത് ഒരുപക്ഷെ മടുത്തവരാണ്, ഈൽഡ് കിട്ടുന്നില്ല, ചെലവ് വർദ്ധിക്കുന്നു, അങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഓരോ കർഷകരും ഉള്ളത്. അപ്പൊ സാറിന് ഒരു കർഷകരോടുള്ള അഭ്യർത്ഥന കൂടാ, ഇന്ന് ഈ വളങ്ങളെ കുറിച്ച് ഒന്നുമില്ലെങ്കിൽ ചെറിയൊരു രീതിയിലെങ്കിലും പരീക്ഷിക്കാൻ അവർ തയ്യാറാവണോ, അല്ല എങ്ങനെയാണ് സാറിന്റെ ഒരു അഭ്യർത്ഥന കർഷകരോട്? ഞാൻ എന്റെ കർഷകരോട് പറഞ്ഞതും നീ കുറച്ചൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് വിജയപ്രദമാണെങ്കിൽ അത് എല്ലാത്തിനും ചെയ്യാന്നുള്ളതാണ്. പക്ഷെ എന്നിലുള്ള വിശ്വാസ കാരണമാണ് അദ്ദേഹം അത് മുഴുവനായിട്ട് ചെയ്യുന്നത്. ഞാൻ ബാക്കിയുള്ള പല കസിൻസിനോടും ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ അനുഭവത്തിൽ ഇത് വളരെ നല്ലതാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം ഇതുപോലെ പരീക്ഷിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതാണ് ഏറ്റവും നല്ലത്. കാരണം അവർക്കൊരു വിശ്വാസം വന്നിട്ട് വേണം ഇത് ചെയ്യാൻ. ഒരാൾ പറഞ്ഞുകൊണ്ട് മാത്രം ഇത് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇത് കുറച്ച് ഓരോ സ്ഥലത്ത് പരീക്ഷിക്കുക. ഞാൻ പറയുന്നുണ്ടായി, ഞാൻ തെങ്ങിനും കമുകിനും കൊടിക്കും ഒക്കെ പരീക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അതിന്റെ ഒരു ഈൽഡിനെ പറ്റി പറയാനായിട്ട് ഇതുവരെ ആയിട്ടില്ല. എന്നാൽ ഈ വൃക്ഷങ്ങൾക്കെല്ലാം നല്ലൊരു വളർച്ച, ഒരു പച്ചപ്പ്, ഒരു കറുത്ത നിറത്തോടുകൂടി ഒരു പച്ചപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഏതൊക്കെയായാലും ആ ചെടികളുടെ ആരോഗ്യത്തെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ ഇതിപ്പോ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അത് നന്നായിട്ട് കാണുകയാണെങ്കിൽ തുടർന്ന് ഉപയോഗിക്കുക. എനിക്ക് ഇവരുടെ ഒരു മുദ്രാവാക്യം പോലെ ഏറ്റു പറയാൻ തോന്നുകയാണ്. കാരണം കർഷകരുടെ രക്ഷയ്ക്കായിട്ട് വന്നിരിക്കുന്ന ഒരു വളക്കൂട്ടാണ് ഇതെന്ന് എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ അനുഭവിച്ച് മനസ്സിലാക്കിയ ശേഷം കൂടുതലായി ഇതിലേക്ക് പോവുക എന്നാണ് എന്റെ അഭ്യർത്ഥന. തീർച്ചയായിട്ടും ഞാനും നമ്മുടെ നെറ്റ്സർഫിന്റെ ഇത് ഉപയോഗിക്കുന്നവരും ഇത് വിതരണം ചെയ്യുന്ന ആൾക്കാരുമായിട്ടുള്ള എല്ലാ വ്യക്തികളും പറഞ്ഞതാണ്, എത്ര തോട്ടവും നിങ്ങൾക്ക് ഉണ്ടായിക്കോട്ടെ, ഒരു ഭാഗത്ത് നിങ്ങൾ പല വളപ്രയോഗം ചെയ്യുന്ന വ്യക്തികളാണ്, ഒരു ഭാഗത്തെങ്കിലും ഇത് ഉപയോഗിക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പൊ സാറ് പറഞ്ഞു കുരുമുളക്, തെങ്ങ്, കവുങ്ങിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ശരിയാണ്, കുരുമുളക്, തെങ്ങ്, കവുങ്ങിനൊക്കെ നമുക്ക് ഈൽഡിങ് അറിയണമെന്നുണ്ടെങ്കിൽ മിനിമം 1 വർഷമെങ്കിലും നമുക്കത് ഉപയോഗിച്ച് അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ 1 വർഷമെങ്കിലും ഡ്യൂറേഷൻ ഉണ്ട്, ടൈം എടുക്കും നമുക്ക്. പക്ഷെ റബ്ബറിന്, അതുപോലെ തന്നെ ചെറിയ വിളകൾക്ക്, പച്ചക്കറികൾ, അതുപോലുള്ള സംവിധാനങ്ങൾക്കൊക്കെ നമുക്ക് ചുരുങ്ങിയ കാലയളവിൽ തന്നെ അതിന്റെ റിസൾട്ട് അറിയാം. അതുകൊണ്ടാണ് ഇവിടെ 2ാമത്തെ തവണയും 2000-ലധികം വരുന്ന റബ്ബറുകൾക്ക് ഉപയോഗിക്കുവാനും, അതുപോലെ 1200 റബ്ബറിലധികം വരുന്ന ചാക്കോജി സാറിലെ മറ്റൊരു തോട്ടത്തിലേക്ക് ഉപയോഗിക്കാനുള്ള ഒരു വഴി തുറന്നു കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് തള്ളിക്കളയരുത്. കാരണം കർഷകർക്ക് ഇപ്പൊ സാറും പറഞ്ഞതുപോലെ ഞാനും പറയുന്നത് പോലെ ഒരു രക്ഷയായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. കാർഷിക മേഖല വളരെയധികം വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഈ ഉൽപ്പന്നങ്ങൾ മുന്നേറുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. ഒരിക്കൽ കൂടി നിങ്ങൾ ഇത് ഉപയോഗിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക. നമ്മുടെ ചാക്കോജി സാറിന്റെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ഏത് സമയത്തും കർഷകർക്ക് ഇതിന്റെ ഗുണങ്ങൾ നേരിട്ട് പറഞ്ഞ് മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ തോട്ടത്തിൽ വന്നിട്ട് അനുഭവിക്കുവാനോ കാണുവാനോ നിങ്ങൾക്കുള്ള അവസരം ഒരുക്കി തരുന്നുണ്ട് എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഒരിക്കൽ കൂടി നന്ദിയോടെ. ജിനു സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് യൂസ് ചെയ്യുമ്പോൾ കെമിക്കൽ ഇല്ലാത്ത ബാരലുകളും ഉപയോഗിക്കും. അതെ അതെ, കറക്റ്റ്. ജിനു സാർ പറഞ്ഞത് കറക്റ്റ് ആണ്. യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കെമിക്കൽ ഉപയോഗിച്ച ബാരലുകൾ ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ സോപ്പ് പൊടി ഉപയോഗിച്ച ബാരൽ പോലും നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ മണ്ണിലേക്ക് പൂർണ്ണമായിട്ട് എത്തണം. ഇലകളോ ചപ്പോ അല്ലെങ്കിൽ തടിയോ ഒന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അത് മണ്ണിലേക്ക് പൂർണ്ണമായിട്ട് എത്തേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ റിസൾട്ട് വരിക. നമ്മുടെ ചാക്കോജി സാറിന് വീട്ടുപേരെന്തായിരുന്നു? വെള്ളിക്കുന്നൽ. അപ്പോ നമ്മുടെ പ്രിയപ്പെട്ട വെള്ളൂക്കുന്നൽ ചാക്കോജി സാർ, സ്ഥലം ചെമ്മനമറ്റം, ഇവിടെ അടുത്താണ്, ഒരു 10 കിലോമീറ്റർ അപ്പുറത്താണ്. അദ്ദേഹം നമ്മുടെ കൂടെ ഇന്നുണ്ട്. ഒന്നും സംസാരിക്കുന്നൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി, അത് മനസ്സിലാക്കാൻ വേണ്ടി വന്ന വ്യക്തിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു 4 മാസം കഴിയുമ്പോൾ അടുത്ത തവണ ഇത് ഉപയോഗിക്കാൻ വേണ്ടി, അടുത്ത മെയ് മാസത്തിൽ റബ്ബറിന് നമുക്ക് 2 തവണയാണ് യൂസ് ചെയ്യാനുള്ളത്.
അപ്പൊ അടുത്തൊരു മെയ് മാസം വരുമ്പോ തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട ചാക്കോച്ചൻ സാർ ഇതേപോലെ സംസാരിക്കും എന്നുള്ളത് ഒരു സംശയമില്ല എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണപ്രദമായ ഒരു വളം ഉപയോഗിക്കാൻ വേണ്ടി ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആഗ്രഹം എന്നുള്ളതല്ല, നിങ്ങൾ ഉപയോഗിക്കൂ എന്ന് 100% നമ്മൾ പറയുകയാണ്. അപ്പൊ അതിന് നമ്മളോട് ബന്ധപ്പെടുക. നമ്മുടെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോട്ടയം മേഖലകളിൽ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും നമ്മുടെ ചാക്കോച്ചൻ സാറിന്റെ നമ്പറും ഇത് ഉപയോഗിക്കുന്ന നമ്പറും ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അവരോട് വിളിച്ച് അത് ബന്ധപ്പെട്ടവരോട് മനസ്സിലാക്കിയതിനു ശേഷം, അല്ലെങ്കിൽ ഇത് 4 വർഷവും 3 വർഷവും 2 വർഷമായിട്ട് ഉപയോഗിക്കുന്ന എത്രയോ കർഷകരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ ഒരു ഭാഗത്ത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ ഈ ഒരു സമയം നമുക്ക് വേണ്ടി തരികയും അത് കർഷകരിലേക്ക് തന്റെ അനുഭവം തനിക്ക് മാത്രമല്ല മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വലിയ മനസ്സിനുടമയായ പ്രിയപ്പെട്ട ചാക്കോച്ചൻ സാറിനുള്ള നന്ദിയും കടപ്പാടും കൂടി ഈ ഒരു അവസരത്തിൽ ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെയുള്ള നമ്മുടെ ചാക്കോച്ചൻ സാറിനും ജിനു സാറിനും മറ്റ് സഹായികളൊക്കെ ഇവിടെ ഉണ്ട്. അവർക്ക് എല്ലാവർക്കുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തത്തെ. ജയ് ഹിന്ദ്, ജയ് നസർ. വീണ്ടും ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. കാരണം വെച്ചാൽ എനിക്കൊരു 100ഓളം റംബുട്ടാനുണ്ട്. റംബുട്ടാനും ഈ വളങ്ങൾ ഉപയോഗിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ പ്രാവശ്യം അതിനുള്ള വളങ്ങൾ മേടിച്ചിട്ടുണ്ട്. ആ റംബുട്ടാനും ഞാൻ ഈ വളങ്ങൾ ഉപയോഗിക്കുന്നതാണ്. അതിന് 1 വർഷം കഴിഞ്ഞ് അതിനെപ്പറ്റിയുള്ള റിസൾട്ടിനെ പറ്റി ഞാൻ പറയാം. തീർച്ചയായിട്ടും റംബുട്ടാനും കൂടെ അത് ഇത്തവണ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പറയാൻ വിട്ടുപോയതാണ്. റംബുട്ടാൻ 100ഓളം റംബുട്ടാനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ വർഷത്തിൽ 3 തവണയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യത്തെ തവണ ഈ ഒരു ടൈമിൽ നമ്മൾ അതും യൂസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ എന്തായാലും ഏകദേശം എത്ര ഏക്കർ ഉണ്ട് സാർ ഇവിടെ തോട്ടം? 20 ഏക്കർ തോട്ടത്തിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് അടുത്ത മെയ് മാസത്തിൽ നമ്മുടെ വളപ്രയോഗം ആയിരിക്കും എന്നതിലൊരു സംശയമില്ല. കാരണം ആ ഒരു ഗുണം സാറിന് കിട്ടും. അത് മറ്റു കർഷകരിലേക്ക് അത് എത്തും എന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദിയുടെ കൂപ്പുകൈ സാർ. നന്ദി, നമസ്കാരം, താങ്ക് യു.